ഇസ്രയേൽ ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തി ഭാഗികമായി തുറന്നുകൊടുത്തു. ഏതാനും പലസ്തീനികളെ ഇവിടം വിട്ടുപോകാനും യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചിലർക്ക് ആദ്യമായി മടങ്ങാനുമുള്ള അനുമതിയാണ് നൽകിയത്. ഒരു കാലത്ത് 1,00,000 ജനസംഖ്യയുള്ള ഒരു നഗരമായിരുന്ന ഇവിടം ഇന്ന് ജനവാസമില്ലാത്ത സ്ഥലമാണ്. ഗാസയിലെ ഏതാണ്ട് 20 ലക്ഷത്തിലധികം നിവാസികൾക്കും അകത്തേക്കോ പുറത്തേക്കോ ഉള്ള ഏക മാർഗമാണ് ഇത്. UAE-യിൽ ദുൽ അർ തമാനിൻ ആരംഭിച്ചു. തണുപ്പ് കൂടും. ശൈത്യകാല കലണ്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഘട്ടങ്ങളിലൊന്നായ ദുർ അൽ തമാനിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സീസണൽ കാലഘട്ടമാണ് ആരംഭിച്ചത്. നാടോടി കാലാവസ്ഥാ പാരമ്പര്യത്തിൽ 80 എന്നറിയപ്പെടുന്ന ദുർ അൽ തമാനിൻ ഫെബ്രുവരി 1 മുതൽ 12 വരെ നീണ്ടുനിൽക്കും. ഇക്കാലത്ത് വർഷത്തിലെ ഏറ്റവും ശക്തമായ തണുത്ത വടക്കൻ കാറ്റ് അടിക്കും. പടിഞ്ഞാറ് നിന്ന് ആവർത്തിച്ചുള്ള താഴ്ന്ന മർദ്ദ സംവിധാനങ്ങൾ രാജ്യത്തെ പലപ്പോഴും ബാധിക്കുകയും ആകാശം മേഘാവൃതമാവുകയും ചിലപ്പോൾ മഴ പെയ്യുകയും ചെയ്യും. ലൈസൻസ് ഇല്ലാത്ത മാർക്കറ്റിംഗ് സ്ഥാപനവുമായി ഇടപാടുകൾ നടത്തരുതെന്ന് UAE മാർക്കറ്റ് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ കരാറുകളിൽ ഏർപ്പെടുന്നതിനോ ഫണ്ട് കൈമാറ്റം ചെയ്യുന്നതിനു മുമ്പ് സ്ഥാപനത്തിൻ്റെ ലൈസൻസിംഗ് നില പരിശോധിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. സ്റ്റാർലൈറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സർവീസസ് എന്ന കമ്പനിക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി ലൈസൻസ് നൽകിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തവെയാണ് അധികൃതർ ഇക്കാര്യത്തിൽ നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകിയത്. സ്വർണ്ണവില ഇടിയുന്നു, വാങ്ങൽ കുറഞ്ഞു, വിൽപ്പന കൂടി. ഇന്ന് 24 കാരറ്റ് ഗ്രാമിന് ഒറ്റയടിക്ക് 26 ദിർഹത്തിൽ കൂടുതലായിട്ടാണ് ഇടിഞ്ഞത്. വില ഇടിയാൻ തുടങ്ങിയതോടെ പലരും അവ വിൽക്കാൻ തിടുക്കം കൂട്ടുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം വാങ്ങുന്നവരുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞു. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില അവയുടെ ഉച്ചസ്ഥായിയിൽ എത്തിയെന്നും ഇനി താഴോട്ട് പോകാനുള്ള പ്രവണതയാണ് സ്വാഭാവികമായും ഉണ്ടാവുകയെന്നുമാണ് ചില വിദഗ്ധരുടെ വിലയിരുത്തൽ. ദുബായിൽ എയർ ടാക്സി എത്തി. ജോബി ഏവിയേഷൻ നിർമ്മിച്ച ഇലക്ട്രിക് എയർ ടാക്സിയാണ് ഇപ്പോൾ ഡൗൺ ടൗൺ ദുബായിൽ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വൈദ്യുത എയർ ടാക്സി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കാനും ഫോട്ടോ എടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും പൊതുജനങ്ങൾക്ക് ഇവിടം അവസരം ഒരുക്കിയിട്ടുണ്ട്. പൊന്നാനി പള്ളപ്രത്തെ ഹസീന അന്തരിച്ചു. ഖബറടക്കം ഇന്ന് വൈകിട്ട് പൊന്നാനി സിയാറത്ത് പള്ളി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടന്നു. വെളിയങ്കോട് തണ്ണിത്തുറയിൽ മദാറിൻ്റെ ഉമ്പായി അന്തരിച്ചു. ഭാര്യ ഷെരീഫ, മകൻ റിയാസ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഓർമ്മ ദുബായ് ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളവും ഉൾപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യം പോലും ബോധപൂർവം മറക്കുന്ന സമീപനമാണ് ബജറ്റിൽ പ്രകടമാകുന്നത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ഓർമ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.